It's officially day 38 of controlling my smoking habit. ലൈഫിൽ വലിയൊരു ബ്രേക്കപ്പ് കിട്ടിയപ്പോഴാണ് സെർട്ടോലി എന്ന് പറഞ്ഞൊരു ശീലം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ ഹേർട്ടിനെ ഹീൽ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ലങ്സ് ഡാമേജ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ നിന്ന് മേടിച്ച് വലിച്ച് തുടങ്ങിയതാണ് ഞാൻ. അവ അന്നേ പറഞ്ഞതാ വേണ്ട അത് ശരിയാവില്ല. അങ്ങനെ അവൻ്റെ കൂടെ മാത്രം സീർട്ട് വലിച്ചുകൊണ്ടിരുന്ന ഞാൻ പതിയെ ഒറ്റയ്ക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് വലിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പതിയെ ഒരു അഡിക്ഷനായിട്ട് മാറി. ഇപ്പോൾ മദ്യപിക്കുവാണെങ്കിൽ നമുക്ക് ബോധം കെട്ട് പൂസായിട്ട് ഇങ്ങനെ കിടക്കാം. അതുപോലുള്ള കാര്യങ്ങളൊന്നും സിഗരറ്റ് നിന്ന് കിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ആ സിഗരറ്റിൻ്റെ സ്മോക്ക് ഇങ്ങനെ എന്നൊരു വലിച്ചെടുത്തിട്ട് ഊതിക്കളയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, അതായിരുന്നു എൻ്റെ ഒരു അഡിക്ഷൻ. 2 വർഷത്തോളം ഒരു കണ്ടിന്യൂസ് ചെയിൻ സ്മോക്കറായിരുന്നു ഞാൻ. ഏകദേശം ഒരു ദിവസം എനിക്കൊരു മിനിമം 7 സിഗരറ്റെങ്കിലും വേണമായിരുന്നു. അതായത് 120 രൂപ മേളിൽ ചിലവ് ഒരു ദിവസം. ഒരു മാസം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 200 സിഗരറ്റ് മേളിൽ ഞാൻ വലിക്കുമായിരുന്നു. ഏകദേശം ഒരു 3500 രൂപ മേളിലായിരുന്നു എൻ്റെ ഒരു മാസത്തെ സിഗരറ്റിൻ്റെ ചിലവ്. ഒരു ഉടുപ്പോ പാൻറ്റോ വാങ്ങായിരുന്നു, അല്ലെങ്കിൽ ഒരു ജോഡി നല്ല ഷൂ വാങ്ങായിരുന്നു. ആ പൈസയായിരുന്നു വെറുതെ സിഗരറ്റ് വലിച്ചെറിഞ്ഞത്. അത് 2 വർഷത്തേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് ആലോചിച്ച് നോക്കിയേ. 84,000 രൂപ 2 വർഷം ഞാൻ ചിലവാക്കിയ പൈസ സിഗരറ്റ് വലിക്ക് വേണ്ടി. എൻ്റെ അച്ഛൻ അത്യാവശ്യം നല്ല രീതിയിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. പുള്ളിയെ കുറ്റം പറഞ്ഞു നടന്നിരുന്ന ഞാനാണ് ഈ ഒരു ശീലം സ്റ്റാർട്ട് ചെയ്തത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് തന്നെ അവസാനം എൻ്റെ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ശീലമുള്ള കാര്യം. ഇതറിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീയും അച്ഛൻ്റെ പാത പിന്തുടരുവാണോ, നിർത്തിയാൽ നിനക്ക് കൊള്ളാം. ഇതായിരുന്നു പുള്ളിക്കാരുടെ മറുപടി. കാരണം പ്രായം എത്ര ആയില്ലേ. റീസെൻ്റ് ആയിട്ട് സിഗരറ്റ് വലി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരോടോ അല്ലെങ്കിൽ അത് തുടങ്ങാൻ വല്ല എന്തെങ്കിലും പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് അവരോട് ഒരു കാര്യം പറയാനുള്ളൂ, തുടങ്ങരുത്. വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിരിച്ചു പോക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കാര്യം പേഴ്സണലി എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് വെള്ളോടി ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒക്കേഷനിൽ മാത്രം വെള്ളോടിക്കുന്ന ഒരാളാണ്. വെള്ളോടി വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കും. പക്ഷേ സിഗരറ്റ് അതുപോലെ ആയിരുന്നില്ല. ഏത് മുക്കിനും മൂലയിലും 10-18 രൂപ കൊടുക്കുമ്പോൾ കിട്ടും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സീൻ. ഈ നിക്കോടെക്സോ കാര്യങ്ങളൊന്നും ഒരിക്കലും വർക്കൗട്ട് ആവത്തൊന്നുമില്ല. അത് ട്രൈ അടിച്ച് നോക്കിയ ആളാണ് ഞാൻ. അത് വർക്കൗട്ട് ആവണമെങ്കിൽ നമുക്ക് തന്നെ മനസ്സിന് അത്ര ഉറപ്പ് വേണം, നമുക്കിത് നിർത്തണമെന്നുള്ളൊരു ആഗ്രഹം വേണം. അതല്ലാതെ വെറുതെ നിക്കോടെക്സിന് യൂസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ ഒരു സിഗരറ്റുകളുടെ റേഞ്ച് പറഞ്ഞാൽ നമ്മൾ ഈ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ട്രക്കിങ്ങിനൊക്കെ ആൾക്കാർ പാടുപെട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് കയ്യിലൊരു കിങ്സോ അല്ലെങ്കിൽ വിക്സ്പോഡോ കത്തിച്ച് സിഗരറ്റും വലിച്ചുകൊണ്ട് നടന്ന് കയറുമായിരുന്നു ഞാൻ. ആ ലെവൽ സീനായിരുന്നു എൻ്റെ കാര്യം. ഇനി സിഗരറ്റ് വലി കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ 2026 ന്യൂ ഇയറോടെയാണ് ഞാൻ ആ ഒരു റെസൊല്യൂഷൻ എടുത്തത്. സിഗരറ്റ് വലി ഞാൻ എങ്ങനെയെങ്കിലും കുറയ്ക്കുന്നുള്ളൂ. സ്റ്റിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടില്ല, കുറച്ചിട്ടേ ഉള്ളൂ. ഡെയിലി 7 വലിക്കുന്ന ഞാനിപ്പോൾ 3 ദിവസം കൊണ്ട് വർണ്ണം പോലെ വലിക്കാറുള്ളൂ. അതെനിക്ക് സ്വയം തോന്നിയോണ്ടാണ്. ഞാൻ ഈ സിഗരറ്റ് വലി കുറയ്ക്കാൻ ഭയങ്കര പാടാന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, അത്ര സീരിയസ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ ഒരു 10-30 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, എടാ നാളെ തൊട്ട് ഞാൻ വലിക്കാനില്ലേ എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ അടുത്ത ദിവസം അവൻ ഈ പറഞ്ഞവനായിരിക്കും അവിടെ സിഗരറ്റും മേടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അത്രയ്ക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവമാണ് ഈ ഒരു സ്മോക്കിംഗ്. ഹെൽത്ത് വൈസ് എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയുന്നില്ലെങ്കിലും മാസാസന കയ്യിൽ പൈസ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇത് കാരണം വല്ല ക്യാൻസർ വല്ലതും വന്നു കഴിഞ്ഞാൽ റിഗ്രറ്റ് അടിച്ച് കരയുക, അല്ലെങ്കിൽ പോയി കെട്ടിത്തൂങ്ങി ചാവുക. കാരണം നമ്മൾ സ്വയമേ വരുത്തി വെച്ചല്ലേ, വീട്ടുകാർക്ക് ബാധ്യമായി ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സ്വഭാവം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ഇത് പറ്റണമെന്ന് ആത്മാർത്ഥത്തോട് ആഗ്രഹിക്കുകയാണ്. ബൈ.